ഹായ്, വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നിവിടെ SCERTയിലെ കുറച്ച് കേരള സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളുണ്ട്. അതാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ദുരിതാശ്വാസ പദ്ധതി സ്നേഹസ്വാന്തനം. 65 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയും പരിപാലനവും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? വയോമിത്രം. സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്താനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായി നൽകുന്ന പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, താലസീമിയ, സെറിബ്രൽ പാൾസി, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. അനാഥരും സംരക്ഷണം ആവശ്യമുള്ളതുമായ കുട്ടികളിൽ കണ്ടെത്തുകയും അവർക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. ക്യാൻസർ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി 2008 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ. വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ 15 മുതൽ 59 വരെയുള്ള എല്ലാ പെൺകുട്ടികളിലും സ്ത്രീകളിലും രക്തപരിശോധന നടത്തുകയും ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് വിവാ കേരളം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം.